കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ 6-ാം വളവിൽ നവീകരണത്തിനിടെ ഹിറ്റാച്ചി കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. ഹിറ്റാച്ചി ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. വിവരങ്ങളുമായി താമരശ്ശേരി ചുരത്തിൽ നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി കുഞ്ഞുമോൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എങ്ങനെ ഉയർത്താനാണ് പദ്ധതി? ദിലീപ്കുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ താമരശ്ശേരി ചുരത്തിലെ 6-ാം വളവിലാണ്. ഈ 6-ാം വളവിൽ വലിയ തലത്തിൽ ഗതാഗതക്കുരുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. 2 വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ ചുരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ഹിറ്റാച്ചി ഇവിടെ കൊണ്ടുവരുന്നു. ആ ഹിറ്റാച്ചി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ നിന്നും താഴേക്ക് ഇറക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ താഴേക്ക് പതിച്ചത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് കഴിഞ്ഞ ദിവസം കൂറ്റൻ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അത് ഉയർത്താൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുള്ള കലാസിമാരുടെ നേതൃത്വത്തിൽ ഇത് ഉയർത്തുവാനുള്ള ഒരു ശ്രമം, എങ്ങനെയാണ് ഇത് ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം യന്ത്രങ്ങളുടെ സഹായങ്ങളെല്ലാം തന്നെയും പരാജയപ്പെട്ടു. ഇത് ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉയർത്താൻ കഴിയുക എന്നുള്ളതായിരിക്കും പൊതുമരാമത്ത് വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയും ഇപ്പോൾ തീരുമാനിക്കുക. ഏത് തലത്തിലായിരിക്കും ഉയർത്താൻ ശ്രമം നടത്തുക എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. വലിയ വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം ഒരുക്കുകയല്ല. കാരണം നമുക്കറിയാം, ചെറിയൊരു വീതി കുറഞ്ഞ ഒരു റോഡാണ്. അപ്പോൾ വലിയ തരത്തിൽ ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. അതായത് മൾട്ടി ആക്സിൽ വാഹനങ്ങളൊന്നും തന്നെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ ഏത് തലത്തിലുള്ള ഒരു നിയന്ത്രണമാണ് വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിലായിരിക്കും ഇപ്പോൾ തീരുമാനമെടുക്കുക. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടേക്ക് ഹിറ്റാച്ചി ഇറക്കിയത്. അതിദാരുണമായ ഈ അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. ഈ ചുരത്തിന്റെ മറ്റു വളവുകളിലും ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ ചുരത്തിലുണ്ട്. കാരണം നമുക്കറിയാം, രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 6-ാം വളവിൽ തന്നെയാണ്. ദിലീപ് കുമാർ, താമരശ്ശേരി ചുരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച ഹിറ്റാച്ചി ഉയർത്താനുള്ള ശ്രമം അവിടെ മാപ്പിള ഖലാസികൾ തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അജി കുഞ്ഞുമോനാണ്. യന്ത്രങ്ങൾ പരാജയപ്പെടുന്നിടത്ത് മനുഷ്യൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും എങ്ങനെ വിജയിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ബേപ്പൂരിലെ ഖലാസികൾ. പല നിർണായക ദൗത്യങ്ങളിലും അവർ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നവരാണ്. അവരെങ്ങനെയാണ് ഈ ഹിറ്റാച്ചി ഉയർത്തുന്നത് എന്നത് നമുക്ക് അല്പസമയത്തിനകം കാണാൻ കഴിയും. താമരശ്ശേരി ചുരത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോനാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. നമ്മൾ റോഡ് വെട്ടി താഴോട്ട് ഇറങ്ങാൻ നിന്നതായിരുന്നു. എന്നപ്പോൾ നമ്മൾ ഡ്രൈവർ വിചാരിച്ചപ്പോൾ വണ്ടി കിട്ടിയില്ല, ഒന്ന് സ്ലിപ്പായപ്പോൾ വണ്ടി നിരങ്ങി താഴോട്ട് ഇറങ്ങി. എന്നപ്പോൾ നമ്മൾ ട്രാക്ടർ വെച്ചിട്ട് നിർത്താൻ ശ്രമിച്ചു. അന്നപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് കയറി വന്ന് നിൽക്കുന്ന സമയത്ത് ഇറ്റാച്ചി ബക്കറ്റ് നിലത്ത് കുത്തി കിടക്കുന്നത് ബക്കറ്റ് കുത്തി കഴിയാം, ഓട്ടോമാറ്റിക്കായിട്ട് സ്ലിപ്പായി വണ്ടി. അങ്ങനെ കൊക്കയിലേക്ക് മറിയുകയാണ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.